1948 ജനുവരി 30. സമയം വൈകുന്നേരം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഡൽഹിയിലെ ബിർള ഹൗസിന്റെ മുറ്റത്ത് 3 വെടിയൊച്ചകൾ മുഴങ്ങി. ഭാരതത്തിന്റെ ആത്മാവ് എന്ന ലോകം വിളിച്ച മഹാത്മാഗാന്ധി നിലം പതിച്ചു. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന കൊലയാളി പിടിക്കപ്പെട്ടു. ലോകം തേങ്ങി. ഇതൊരു സാധാരണ ചരിത്ര പാഠമാണ്. പക്ഷേ ഈ ചരിത്ര പുസ്തകങ്ങൾ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ച ചില സത്യങ്ങളുണ്ട്. ഗാന്ധി വധം ഒരു വ്യക്തിയുടെ ഭ്രാന്തമായ ചിന്തയിൽ നിന്നുണ്ടായ ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. അതോ അധികാരത്തിന്റെ ഇടനാഴികളിൽ നേരത്തെ തന്നെ എഴുതപ്പെട്ട ഒരു തിരക്കഥയായിരുന്നു? ജനുവരി 20-ന്, അതായത് കൊലപാതകത്തിന് 10 ദിവസം മുൻപേ തന്നെ ഡൽഹിയിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നിരുന്നു. ആ ബോംബ് എറിഞ്ഞ മദൻലാൽ പഹ്വ എന്ന 21-കാരനെ പോലീസ് പിടികൂടി. അയാൾ പോലീസിനോട് വിളിച്ചു പറഞ്ഞു, വേ ഫിർ ഭി ആയെങ്കെ, അവർ വീണ്ടും വരും. എന്നിട്ടും എന്തുകൊണ്ട് ആരും ഗാന്ധിയെ രക്ഷിച്ചില്ല? പോലീസിന്റെ കൈവശം കൊലയാളികളുടെ പേരും വിലാസവും ഉണ്ടായിരുന്നിട്ടും അവരെന്തുകൊണ്ട് തടഞ്ഞില്ല? ഗാന്ധിയുടെ നെഞ്ചിൽ തുളച്ചു കയറിയ ആ ഇറ്റാലിയൻ ബരേറ്റ പിസ്റ്റൽ എവിടെ നിന്നാണ് വന്നത്? അതിന്റെ ഉടമസ്ഥർ ആരായിരുന്നു? ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഗാന്ധി വധത്തിലെ പിടികിട്ടാത്ത രഹസ്യങ്ങളാണ്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയുടെയോ അതോ ബോധപൂർവമായ മൗനത്തിന്റെയോ കഥയാണ്. ഗാന്ധി വധത്തിന് 10 ദിവസം മുമ്പ് ജനുവരി 20-ന് നടന്ന സംഭവങ്ങൾ പരിശോധിച്ചാൽ ഏതൊരാളും അത്ഭുതപ്പെട്ടു പോകും. ബിർള ഹൗസിലെ പ്രാർത്ഥനാ യോഗത്തിനിടെ ഒരു ബോംബ് പൊട്ടുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും മദൻലാൽ പഹ്വ എന്ന യുവാവ് പിടിക്കപ്പെടുന്നു. യഥാർത്ഥ പ്ലാൻ ഇതായിരുന്നു: മദൻലാൽ ബോംബ് എറിയുക, പരിഭ്രാന്തിക്കിടയിൽ ദിഗംബർ ബാഡ്ഗെ എന്നയാൾ ഗാന്ധിയെ വെടിവെക്കുക. പക്ഷെ ഭാഗ്യം കൊണ്ട് ബോംബ് കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല. ഭാഡ്ഗയ്ക്ക് ഭയം തോന്നി അയാൾ പിന്മാറി. പോലീസിന് കിട്ടിയ സുവർണ അവസരമായിരുന്നു. മദൻലാലിനെ പോലീസ് ചോദ്യം ചെയ്തു. അയാൾ വെറും ഒരു കൊലയാളിയായിരുന്നില്ല, തന്റെ കൂടെയുള്ളവരുടെ പേരുകൾ വരെ അയാൾ വെളിപ്പെടുത്തി. വിനായക് ദാമോദർ സവർക്കർ, നാഥുറാം ഗോഡ്സെ, നാരായൺ ആപ്തെ, വിഷ്ണു ഖാർക്കരെ. ഈ പേരുകളെല്ലാം പോലീസിന് ജനുവരി 21-ന് തന്നെ അറിയാമായിരുന്നു. ഇവിടെയാണ് ഇന്ത്യയെ ഞെട്ടിക്കുന്ന ചോദ്യങ്ങൾ ഉയരുന്നത്. ഗാന്ധിയെ കൊല്ലാൻ വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു ഹിന്ദുത്വ സംഘമാണെന്ന് വ്യക്തമായിട്ടും ബിർള ഹൗസിലെ സുരക്ഷാ സംഘത്തിൽ ഒരു മഹാരാഷ്ട്രക്കാരനെ പോലും ഉൾപ്പെടുത്തിയില്ല. എന്തുകൊണ്ടാണ്? മറാത്തി സംസാരിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഗോഡ്സെയെയും സംഘത്തെയും വേഗം തിരിച്ചറിയാമായിരുന്നു. ഗോഡ്സെക്കും ആപ്തേക്കുമെതിരെ നേരത്തെ തന്നെ മഹാരാഷ്ട്രയിൽ കേസുകൾ ഉണ്ടായിരുന്നു. അവരുടെ ഫോട്ടോകളും അടയാളങ്ങളും പോലീസ് റെക്കോർഡുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഗാന്ധിയുടെ സുരക്ഷാ ചുമതലയുള്ളവർക്ക് ഈ വിവരങ്ങൾ നൽകപ്പെട്ടില്ല. അന്വേഷണം കൈമാറപ്പെട്ട രീതിയാണ് ഏറ്റവും വിചിത്രം. ഡൽഹി പോലീസ് ഈ വിവരങ്ങൾ പുനെ പോലീസ് മേധാവി UH റാണയ്ക്ക് കൈമാറി. റാണയ്ക്ക് ഗോഡ്സെയെയും സംഘത്തെയും നന്നായിട്ട് അറിയാമായിരുന്നു. അവരെ പിടികൂടാൻ ഉടൻ നടപടി എടുക്കേണ്ടതിന് പകരം റാണ ചെയ്തത് എന്താണെന്ന് അറിയാമോ? വിമാനം ലഭ്യമായിരുന്നിട്ടും അദ്ദേഹം ജനുവരി 25-ന് വളരെ സാവധാനം പോകുന്ന ഒരു ട്രെയിനിൽ അവിടെ കയറി ബോംബെയിലേക്ക് തിരിച്ചു. ഈ സമയം ഗോഡ്സെയും ആപ്തയും വിമാനത്തിലും ട്രെയിനിലുമായി ഇന്ത്യയിലുടനീളം ആയുധം തേടി നടക്കുകയായിരുന്നു. പുനെ പോലീസ് മേധാവി ബോംബെയിൽ എത്തുന്നതിന് തൊട്ടു മുൻപേ കൊലയാളികൾ മാരകമായ ആയുധങ്ങളുമായി ഡൽഹിയിൽ തിരിച്ചെത്തി കഴിയുകയും ചെയ്തു. ഡെപ്യൂട്ടി കമ്മീഷണറായ JD നഗർവാലയുടെ വിചിത്രമായ വാദം എന്താണെന്ന് ഞാൻ പറയാം. ബോംബെയിലെ അന്വേഷണ ചുമതലയിൽ ഉണ്ടായിരുന്ന JD നഗർവാല എന്ന ഉദ്യോഗസ്ഥൻ ഒരു വിചിത്രമായ റിപ്പോർട്ട് നൽകി. ഇത് ഗാന്ധിയെ കൊല്ലാനുള്ള ശ്രമമല്ല, മറിച്ച് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. വളരെ വിചിത്രമായിട്ട് തോന്നുന്നില്ലേ? എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരം ഒരു നിഗമനത്തിൽ എത്തിയതെന്ന് ആർക്കും മനസ്സിലായില്ല. ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഭയാനകമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ഗാന്ധി കൊല്ലപ്പെട്ട ശേഷം അതേ നഗർവാലയെ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കാനും സർക്കാർ ചുമതലപ്പെടുത്തിയത്. ഒരു കേസ് പരാജയപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ തന്നെ വീണ്ടും ആ കേസ് ഏൽപ്പിക്കുന്നത് എന്ത് സന്ദേശമാണ് ഇവിടെ നൽകുന്നത്? അപ്പോൾ എന്തോ ഒരു മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചതുപോലെയൊക്കെ തോന്നുന്നില്ലേ? ഗാന്ധി വധത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററി അദ്ദേഹം കൊല്ലപ്പെട്ട ആ തോക്കാണ്. 606824 എന്ന സീരിയൽ നമ്പറുള്ള ഇറ്റാലിയൻ ബെരേറ്റ പിസ്റ്റൾ എങ്ങനെ ഗോഡ്സെയുടെ കയ്യിലെത്തി? ഗംഗാധർ ദണ്ഡവാദെ എന്നൊരാളാണ് ഈ തോക്ക് ഗോഡ്സെക്ക് എത്തിച്ചു നൽകിയത്. ഇത് 2ാം ലോക മഹായുദ്ധകാലത്ത് ഇറ്റാലിയൻ സൈന്യം ഉപയോഗിച്ചിരുന്ന തോക്കാണ്. ഗംഗാധർ ഇത് സംഘടിപ്പിച്ചത് ഗോയൽ എന്ന വ്യക്തിയിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ആ തോക്കിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരായിരുന്നു? ഒരു സാധാരണ പത്രപ്രവർത്തകനായ ഗോഡ്സെക്ക് അന്നത്തെ കാലത്ത് 10,000 രൂപ, ഇന്നത്തെ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഈ ഒരു തോക്ക് വാങ്ങാനുള്ള തുക എവിടെ നിന്നും കിട്ടി? ഈ തോക്കിന്റെ ഉറവിടം അന്വേഷിക്കാൻ നമ്മുടെ ഏജൻസികൾ വേണ്ടത്ര താല്പര്യം കാണിച്ചു. പല ചരിത്രകാരന്മാരും ആരോപിക്കുന്നത് അധികാരത്തിന്റെ ഉയർന്ന തലങ്ങളിലുള്ള ആരുടെയോ സഹായമില്ലാതെ ഇത്രയും കൃത്യമായ ഒരു ആയുധം ഗോഡ്സെക്ക് ലഭിക്കില്ല എന്നാണ്. ഈ തോക്കിന്റെ ഉടമസ്ഥൻ പുറത്തു വന്നാൽ ഇന്ത്യയിലെ പല പ്രമുഖരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമായിരുന്നു. ഗാന്ധി കൊല്ലപ്പെട്ട ശേഷം നടന്ന വിചാരണയിലും നിരവധി പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. ബുള്ളറ്റുകളുടെ എണ്ണം പറയാം.
ഗോഡ്സെ കോടതിയിൽ പറഞ്ഞു താൻ 2 തവണയാണ് വെടിവെച്ചതെന്ന്. എന്നാൽ ഗാന്ധിയുടെ ശരീരത്തിൽ നിന്നും 3 ബുള്ളറ്റുകളാണ് കണ്ടെടുത്തത്. ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് 4 ബുള്ളറ്റുകൾ ഉണ്ടെന്നാണ്. ഗോഡ്സെ വെടിവെച്ച അതേ സമയം മറ്റാരെങ്കിലും അവിടെ വെടിയുതിർത്തിരുന്നു? ഗാന്ധിയുടെ മരണം ഉറപ്പാക്കാൻ ഗോഡ്സെക്ക് പിന്നിൽ മറ്റൊരു ബാക്കപ്പ് ടീം ഉണ്ടായിരുന്നു. മൊഴി മാറ്റാൻ നിർബന്ധിക്കപ്പെട്ട സാക്ഷികൾ. ഗാന്ധി കൊല്ലപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ ഇടതും വലതുമായി മനു ഗാന്ധിയും ആഭാ ഗാന്ധിയും ഉണ്ടായിരുന്നു. അവരായിരുന്നു ഈ കൊലപാതകത്തിന്റെ ഏറ്റവും വലിയ ദൃക്സാക്ഷികൾ. പക്ഷേ വിചാരണ വേളയിൽ അവരും അവഗണിക്കപ്പെട്ടു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കപൂർ കമ്മീഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി വെളിപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി മനു ഗാന്ധിയോട് അന്നത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് പറയാൻ ആവശ്യപ്പെട്ടു അത്രേ. സത്യം പുറത്തു വരാതിരിക്കാൻ ഭരണകൂടം ശ്രമിച്ചിരുന്നു എന്നതിന്റെ സൂചനയല്ലേ ഇത്? മാത്രമല്ല, ഗോഡ്സെ അവിടെ വെച്ച് പിടികൂടിയ ഹെർബർട്ട് ടോം എന്ന അമേരിക്കക്കാരനെയും സാക്ഷി പട്ടികയിൽ നിന്നും ഒഴിവാക്കി. സത്യത്തിൽ അവിടെ എന്താണ് നടന്നതെന്ന് കൃത്യമായി പറയാൻ കഴിയുന്നവരെല്ലാം വിചാരണയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയായിരുന്നു. ഗാന്ധി വധത്തെ വെറുമൊരു കൊലപാതകമായി കാണാൻ കഴിയില്ല. അതൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു. ഗാന്ധി ജീവിച്ചിരിക്കുന്നത് ആർക്കൊക്കെയായിരുന്നു ബുദ്ധിമുട്ട്? വിഭജനത്തിന് ശേഷമുള്ള ഇന്ത്യയിൽ ഗാന്ധിയുടെ നിലപാടുകൾ പലർക്കും അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നു. അതായത് ഇന്ത്യയെ ഒരു പടുകുഴിയിലേക്ക് തള്ളിവിടാൻ തക്ക നീക്കത്തിലുള്ള പല നിലപാടുകളുമാണ് ഗാന്ധി സ്വീകരിച്ചിരുന്നത്. അത് പലരിലും അസ്വസ്ഥതയുണ്ടാക്കി. പാകിസ്ഥാന് നൽകേണ്ട 55 കോടി രൂപ നൽകണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. ഇത് തീവ്ര ഹിന്ദുത്വവാദികളെ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറുവശത്ത് നെഹ്റുവിന്റെയും പട്ടേലിന്റെയും നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന് ഗാന്ധിയുടെ ഇടപെടലുകൾ പലപ്പോഴും ഭരണപരമായ തടസ്സങ്ങളും സൃഷ്ടിച്ചു. ഗാന്ധിയുടെ മരണം ഒരു വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചത്. പക്ഷേ ആ ശൂന്യത ആർക്കൊക്കെയാണ് അധികാരം ഉറപ്പിക്കാൻ സഹായമായത് എന്നത് ഇന്നും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഗാന്ധി വധിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടും അത് തടയാതിരുന്നവർ, ആ തോക്കിന്റെ ഉടമസ്ഥനെ മറച്ചുവെച്ചവർ, സാക്ഷികളെ നിശബ്ദരാക്കിയവർ, ഇവരൊക്കെ ചരിത്രത്തിന് മുന്നിൽ കുറ്റവാളികളല്ലേ? പലരും ഗോഡ്സെയെ മാത്രം കുറ്റം പറയുന്നു. ഇതിൽ ശരിക്കും ആരാണ് കൊലപാതകി? ജനുവരി 30 ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഇന്ത്യയുടെ ആത്മാവ് വെടിയേറ്റ് വീണ ദിവസം എന്നാണ് ലോകം പറഞ്ഞത്. ഗോഡ്സെ തൂക്കിലേറ്റപ്പെട്ടു, കേസ് ഫയലുകൾ ക്ലോസ് ചെയ്യപ്പെട്ടു. പക്ഷെ ചോദ്യങ്ങൾ ഇന്നും ബാക്കിയാണ്. മദൻലാലിന്റെ ആ മുന്നറിയിപ്പ്, അവർ വീണ്ടും വരും, പോലീസ് ഗൗരവമായി എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ ആണെന്ന് നമുക്കറിയാം. പക്ഷേ ആ കൊലപാതകത്തിന് കളമൊരുക്കിയ ആ സാഹചര്യങ്ങളും അതിന് കൂട്ടുനിന്ന മൗനങ്ങളും ആരുടേതായിരുന്നു? ചരിത്രം എപ്പോഴും വിജയികളുടേതാണ്. പക്ഷെ സത്യം എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പ് ഉണ്ടാകും. ഗാന്ധിവധം ഒരു വലിയ ഗൂഢാലോചനയുടെ ചെറിയൊരു ഭാഗം മാത്രമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ രക്തസാക്ഷിത്വത്തിന് പൂർണ്ണതയുണ്ടാകുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗാന്ധിയുടെ സുരക്ഷയിൽ വന്ന വീഴ്ചകൾ അബദ്ധമായിരുന്നോ അതോ ബോധപൂർവമായിരുന്നോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ചരിത്ര സത്യങ്ങളുമായി നമുക്ക് വീണ്ടും വരാം. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.